പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ക്ലാസ് മൊത്തം പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ക്ലാസ്സോട് കൂടി നമ്മൾ നമ്മുടെ മോഷൻ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിപ്പിച്ച് അടുത്ത ഫിസിക്സ് ക്ലാസ്സിൽ വെക്റ്റർ മോഷൻ എ പ്ലെയിൻ ഓർ മോഷൻ 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പ്രോബ്ലംസ് എഴുതിയെടുക്കുക. അപ്പോൾ സാറ് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ എഴുതിയെടുക്കാം. ഓക്കെ, റൈറ്റ്, എഴുതിക്കോളൂ. എ കാർ ഈസ് മൂവിങ്. A car is moving. A car is moving along a straight highway. Along a straight highway. With a speed of 126 kilometers per hour. With a speed of 126 kilometers per hour. Okay, is brought to stop. Is brought to stop within a distance of 200 meter. Is brought to stop within a distance of 200 meter. What is the retardation of the car? What is the retardation of the car? What is the retardation of the car? And how long does it take? And how long does it take? How long does it take for the car to stop? How long does it take for the car to stop? Yes. Question എഴുതാ കേട്ടോ. ഞാൻ എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ എഴുതിയാ? എഴുതിയില്ലേ? എഴുതി. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും എല്ലാവരും. യെസ്. അപ്പൊ എന്താ പറഞ്ഞേ? എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ എങ്ങനെയാ അത് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യം. അതായത് ഫുള്ള് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുന്നതിനേക്കാൾ പകരം ഒരു പ്രോബ്ലം സൈഡ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി പ്രോബ്ലം ആണ്. സാധാരണ കുട്ടികൾക്ക് ഫിസിക്സ് ബുദ്ധിമുട്ട് വരാൻ പ്രോബ്ലം സൈഡാണ്. അപ്പോൾ ഫുള്ള് നമ്മൾ വായിച്ച് നോക്കുന്നതിന് പകരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓരോ ഘട്ടമായി വായിച്ച് തന്നിരിക്കുന്ന ഡാറ്റാസ് അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് പോവുക. അതാണ് ഫിസിക്സിൽ പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h. അപ്പൊ കാറ് തുടക്കത്തിൽ തന്നെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ അല്ലെ. കാറ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ. സോ ഈ 126 km/h എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ശരിയാണോ? 126 km/h എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. കാരണം കാർ തുടങ്ങുന്നതാണ്. അപ്പൊ കാർ ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങണം. അപ്പൊ എത്രയാ? 126 km/h ആണ് അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. മക്കളെ, km/h നമ്മുടെ യൂണിറ്റ് ആണോ? അല്ല, നമ്മുടെ യൂണിറ്റ് m/s ആണ്. km/h അല്ല നമ്മുടെ യൂണിറ്റ്, m/s ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ m/s കൺവേർട്ട് ചെയ്യണം. അപ്പൊ km/h m/s മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഓർമ്മയില്ലെങ്കിൽ ഇവിടെ വെച്ച് പറയാ, km/h m/s മാറ്റാൻ 5/18 കൊണ്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 126 × 5/18 അതാണ് ഇനീഷ്യൽ വെലോസിറ്റി കേട്ടോ. അപ്പൊ 126 km/h. ആ km/h m/s മാറ്റാൻ സാറ് 5/18 കൊണ്ട് എന്ത് ചെയ്യുന്നു മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? 18 126 എത്ര ടൈമാ ഒന്ന് പറഞ്ഞേ? അറിയോ? ഞങ്ങൾക്ക് അറിയില്ല സാർ അല്ലെ? ആരോടാ? 7 അല്ലെ? 7 തവണ. യെസ്, 7 ആണ് വരുന്നത്. യെസ്, ഇറ്റ് ഈസ് 7 to 5 that is 35 meter per second കേട്ടോ. അപ്പോൾ m/s മാറ്റി.
അപ്പോൾ 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. സോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 35 മീറ്റർ പെർ സെക്കൻഡ്. യെസ്, ഓക്കെ. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്, ആ വണ്ടിയെ നമ്മൾ നിർത്തുക ചെയ്യണം അല്ലെ. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്, ആ വണ്ടി നിൽക്കുന്നു. മക്കളെ വണ്ടി നിൽക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ് മക്കളെ ആലോചിച്ച് പറ. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അത് വണ്ടിയെ നിർത്താൻ പോവാണ് നമ്മൾ. അപ്പൊ നിർത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി ഈക്വൽ ടു 0 വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200. സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മക്കളെ? 200 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 200 മീറ്റർ. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് കഴിഞ്ഞു. ഇനീഷ്യൽ വെലോസിറ്റി കഴിഞ്ഞു, ഫൈനൽ വെലോസിറ്റി കഴിഞ്ഞു, അതുപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 200 മീറ്ററിലാണ് വണ്ടി നിർത്തുന്നത്. ഫൈനൽ വെലോസിറ്റി 0 എന്ന് വരുന്നത് കാരണം ആ കാർ നിർത്താണ് ചെയ്യുന്നത്. ഈസ് ബ്രോട്ട് ടു സ്റ്റോപ്പ്. യെസ്. കണ്ടുപിടിക്കുന്നത് വാട്ട് ഈസ് റിട്ടാർഡേഷൻ. മക്കളെ യുവും വിയും എസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഇതാണ് മക്കളെ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓർമ്മ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യാം. അപ്പൊ വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മക്കളെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. സോ 0 ഈക്വൽ ടു യു സ്ക്വയർ. യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 35 ആണ് മക്കളെ. 35ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ്. എസ് എന്ന് പറയുമ്പോൾ എത്ര ദൂര? 200. സോ ആക്സിലറേഷൻ എ ഈക്വൽസ് മക്കളെ എ ഈക്വൽസ് ഈ 35ന്റെ സ്ക്വയർ നിങ്ങൾ എടുക്കണം. 35ന്റെ സ്ക്വയർ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അപ്പോ -35 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 200. 35 സ്ക്വയർ ബൈ 400 വരും കേട്ടോ. 35ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 400 വരും. ഒരു മൈനസ് ആയി ഉണ്ടാവും. ഇതാണ് റിട്ടാർഡേഷൻ. ഇതാണ് റിട്ടാർഡേഷൻ. ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ റിട്ടാർഡേഷൻ കിട്ടി കേട്ടോ. മൈനസ് സൈൻ ഉണ്ട്, അതാണ് റിട്ടാർഡേഷൻ കേട്ടോ. നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്, അതാണ് റിട്ടാർഡേഷൻ. സോ അതാണ് റിട്ടാർഡേഷൻ വരിക. -35 സ്ക്വയർ ഡിവൈഡഡ് ബൈ 400. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? കിട്ടിയ എത്ര കിട്ടി? ആക്സിലറേഷൻ ഈസ് ഈക്വൽ എത്ര കിട്ടി? പറ. 35ന്റെ സ്ക്വയർ എത്രയാ? 35ന്റെ സ്ക്വയർ അതിന് ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല സാർ അല്ലെ. 35ന്റെ സ്ക്വയർ എത്രയാടാ? 35 സ്ക്വയർ ബൈ 400 എത്ര എഴുതണ്ടേ? 1225 ഡിവൈഡ് ബൈ 400. 1225 ഡിവൈഡ് ബൈ 400. 1225 ബൈ 400 എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? ഇറ്റ് ഈസ് 3 പോയിന്റ് അല്ലെ. 3 പോയിന്റ് ബാക്കി 3 അങ്ങനെയുള്ളൂ. 3 പോയിന്റ് എത്ര വരിക? കണ്ടുപിടിക്കും. 3.06 ആണോ? 3.06 നിങ്ങൾ പറഞ്ഞാട്ടോ. 3.06 മൈനസ് ഉണ്ട് കേട്ടോ. 3.06. സോ ആക്സിലറേഷൻ എത്ര കിട്ടി? യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ റിട്ടാർഡേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി എന്താണ് പഠിക്കണ്ടേ? ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്. എത്ര സമയം എടുക്കും? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കുന്നതാണ്. എത്ര സമയം എടുക്കും ഈ കാർ നിൽക്കാൻ എന്ന് ഒരു ചോദ്യം കൂടി വരുന്നുണ്ടായില്ല. അപ്പൊ നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കണം മക്കളെ? ടൈമും കൂടി നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടൈമും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിക്കോ. v = u + at അല്ലെ. v = u + at. ടൈം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മക്കളെ. v = u + at. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3-4 ഇക്വേഷൻ വെച്ചിട്ടുള്ള കളികൾ മാത്രമുള്ള ടൈം പ്രോബ്ലം എന്ന് പറയുമ്പോൾ അപ്പൊ ഫൈനൽ വെലോസിറ്റി ടൈം കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ടൈം കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ v = u + at യൂസ് ചെയ്യാം. ടൈം v = ടൈം കണ്ടുപിടിക്കാൻ v = u + at. ഫൈനൽ വെലോസിറ്റി എത്രയാ മക്കളെ? 0. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ മക്കളെ? 35 അല്ലേ. പ്ലസ് ആക്സിലറേഷൻ എത്രയാണ്? -3.6 ആണ്. അപ്പൊ -3.06 ഇൻറ്റു t. അപ്പൊ t = മക്കളെ -35 ബൈ -3.06 വരും. ക്ലിയർ? 3.06 ഏകദേശം 11 പോയിന്റ് സംതിങ് സെക്കൻഡ്സ്. റഫ് ആയിട്ട് സാർ എഴുതുന്നുണ്ട്. ഏകദേശം 11 പോയിന്റ് സംതിങ് സെക്കൻഡ്. ബുദ്ധിമുട്ടുണ്ടോ ഈ പ്രോബ്ലത്തിൽ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. യെസ്. അപ്പൊ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? അത് എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന് അതിന്റെ സിമ്പിൾസ് വെച്ച് കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്
നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇക്വേഷൻസ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം. ക്ലിയർ ആയില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ സാറ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. യെസ് മക്കളെ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ആർക്കെങ്കിലും പ്രോബ്ലം ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ അവര് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നേ വേണ്ടത് കേട്ടോ. എത്രത്തോളം പ്രോബ്ലംസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അല്ലാതെ ഒരു പ്രോബ്ലം ചെയ്ത് കിട്ടുന്നില്ല എന്നുകൊണ്ട് അത് പരാജയപ്പെട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. എത്രത്തോളം പ്രോബ്ലംസ് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് പതുക്കെ കൂടി വരും. ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ പ്രോബ്ലം തന്നെ എനിക്ക് കിട്ടണം എന്നൊന്നും പറയരുത്. ആദ്യത്തെ പ്രോബ്ലം കിട്ടില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കണം, അതെങ്ങനെയാണ് അവർ ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതേ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ അത് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടാവും, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൽ രക്ഷപ്പെട്ടു പോകും. ഓക്കെ, പ്രോബ്ലം ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുത്. പ്രോബ്ലമാണ് ഫിസിക്സ്. ക്ലിയർ? സാറ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ വാക്സ് ഓൺ എ, ശ്രദ്ധിക്കട്ടോ, എ മാൻ വാക്സ് ഓൺ എ man walks on a straight road. ഒരാള് സ്ട്രെയിറ്റ് റോഡില് നടക്കുന്നു കേട്ടോ. അർത്ഥപ്പ തന്നെ മനസ്സിലാക്കി പോവാ. എ മാൻ വാക്സ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് ഫ്രം ഹിസ് ഹോം ടു മാർക്കറ്റ്. മാർക്കറ്റിലേക്കാണ് നടന്നു പോകുന്നത്. ഓക്കെ, മാർക്കറ്റിലേക്ക് നടന്നു പോകുന്നു. മാർക്കറ്റ് 2.5 kilometer away. 2.5 kilometer away with a speed of 5 kilometer per hour. With a speed of 5 kilometer per hour. Finding market closed. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കണ്ടു. മാർക്കറ്റ് ക്ലോസ്ഡ്. He instantly, അപ്പൊ തന്നെ കേട്ടാ, അവിടെ ചായ പിടിക്കാനൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ തന്നെ he instantly turns and walk back home with a speed of 7.5 kilometer per hour. 7.5 kilometer per hour. കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി? ഫസ്റ്റ് വൺ കണ്ടുപിടിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി. ഓക്കെ, ആൻഡ് ബി ആവറേജ് സ്പീഡ് of the man. Average speed of the man. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ആണ് എന്ത് ചെയ്യേണ്ടത് മക്കളെ, കണ്ട് പിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്താൽ സാറിനോട് പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്താൽ സാറിനോട് പറയണം. എഴുതിയാ? ഓക്കെ, എഴുതിയെന്ന് പറയണം. യെസ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. എല്ലാവരും നോക്കിയേ. ഇതാ സിമ്പിൾ ആട്ടാ, ശ്രദ്ധിച്ചോളാം മക്കളെ. ഒരു മനുഷ്യൻ നടന്നു പോകുന്നു on a straight road from his home to market. വീട്ടിൽ നിന്ന് അയാൾ മാർക്കറ്റിലേക്കാണ് പോണേ. മാർക്കറ്റിൽ പോയി 2.5 kilometer away. എടാ ശ്രദ്ധിച്ചോളാം, 2.5 kilometer away ഉള്ള ഒരു മാർക്കറ്റിലേക്കാണ് പോണത് വിത്ത് സ്പീഡ് ഓഫ് 5 kilometer per hour. അത് നമുക്ക് പിന്നെ നോക്കാം. ഫൈൻഡിങ് ദ മാർക്കറ്റ് ക്ലോസ്ഡ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് മാർക്കറ്റ് അടച്ചേക്കുക. അപ്പോൾ മാർക്കറ്റ് അടച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ഹി ഇൻസ്റ്റന്റ്ലി അപ്പൊ തന്നെ ടേൺസ് ആൻഡ് വാക്ക് ബാക്ക് ഹോം. കേട്ടോ, അയാൾ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി വിത്ത് സ്പീഡ് ഓഫ് 7.5 kilometer per hour. അപ്പൊ ശ്രദ്ധിക്കണം, മാർക്കറ്റിലേക്ക് പോകുന്ന സ്പീഡ് 5 kilometer per hour ആണെങ്കിൽ തിരിച്ചു വരുന്ന സ്പീഡ് എത്രയാ മക്കളെ? 7.5 kilometer per hour. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി? നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി? മക്കളെ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചടാ, ആവറേജ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് വെലോസിറ്റി നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓർമ്മയുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഓർമ്മയുണ്ടെങ്കിൽ പറയണം. ഓർമ്മയില്ലാത്തവര് കുഴപ്പമില്ല. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, അങ്ങനെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓർമ്മയുണ്ടോ മക്കളെ? യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ.
അയാള് വീട്ടിൽ നിന്ന് മാർക്കറ്റിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് മാർക്കറ്റ് അടച്ചിരിക്കുകയാണ്. അയാൾ തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തി. സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? തലയ്ക്ക് ബോധമുള്ളവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ കേട്ടോ. എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? അയാള് വീട്ടിൽ നിന്ന് മാർക്കറ്റിൽ പോയി തിരിച്ച് മാർക്കറ്റ് അടച്ചു കണ്ടിട്ട് അയാൾ വീട്ടിലേക്ക് എത്തിയിടാ. അപ്പൊ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ മക്കളെ? വാട്ട് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0. അപ്പൊ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലായിക്കോട്ടെ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി. പറഞ്ഞ മക്കളെ, ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ എന്താ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. വെറുതെ ഇനി കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പരിപാടി കഴിഞ്ഞില്ലേ? എളുപ്പല്ലേ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പൊ ആവറേജ് വെലോസിറ്റി 0 ആണ്. ബുദ്ധിമുട്ടുണ്ടോ? 5ാം ക്ലാസ് അതന്നെ വിക്ടർ 5ാം ക്ലാസ് ലെവലാണ്. യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആവറേജ് വെലോസിറ്റി അപ്പോൾ 0 കിട്ടിയിട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായി? ഇവിടെ 0 എന്നേ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ഡിസ്പ്ലേസ്മെന്റ് 0. അത് കാരണം ആവറേജ് വെലോസിറ്റി 0. പോട്ടെ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് നോക്കാം. എന്താ അടുത്ത പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ആവറേജ് സ്പീഡ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ. ശ്രദ്ധിക്കട്ടാ, എല്ലാവരും ശ്രദ്ധിക്കും. ആവറേജ് സ്പീഡ് കേട്ടോ മക്കളെ, നല്ല കുട്ടികളായിട്ട് സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞ ആവറേജ് സ്പീഡിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം കേട്ടോ. മാറിയിട്ടോ, സ്പീഡ് വരുമ്പോ ഡിസ്റ്റൻസ് ആയി. ശ്രദ്ധിക്കണേ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതാണ് സ്പീഡ്. ശരിയാണോ? അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ബുദ്ധിമുട്ടുണ്ടോ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, അതാണ് ആവറേജ് സ്പീഡ്. യെസ്. ടോട്ടൽ ഡിസ്റ്റൻസ് നോക്കാം. ഡിസ്റ്റൻസ് നമ്മൾ നോക്കാം പോകണം. ശ്രദ്ധിച്ചേ, അയാള് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്നു. മാർക്കറ്റ് എത്ര കിലോമീറ്റർ അകലെയാടാ? 2.5 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ അയാള് വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്കാണ് പോണേ. അപ്പൊ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയുള്ള മാർക്കറ്റിൽ പോയി മാർക്കറ്റ് അടച്ചത് കണ്ടിട്ട് അയാൾ തിരിച്ച് 2.5 കിലോമീറ്റർ ബാക്കിലേക്ക് നടന്നു വന്നു. അപ്പൊ എത്ര ദൂരം അയാൾ കവർ ചെയ്തിട്ടുണ്ട്? വാട്ട് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്? 5ാം ക്ലാസ് ലെവലാട്ടാ. 2 അങ്ങോട്ടും പോയി 2 ഇങ്ങോട്ടും വന്നു കേട്ടോ. 5 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. 5 കിലോമീറ്റർ ബൈ ടോട്ടൽ ടൈം. അവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ. എന്താണ് ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ? ടൈമാണ് നമുക്കിവിടെ വേണ്ടത്. നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ടോ മക്കളെ? ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ടോ? ഇല്ല. ടൈമിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൈം കണ്ടുപിടിക്കാൻ നോക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് അയാള് ആദ്യം അങ്ങോട്ട് പോകാൻ സമയം നോക്കാം കേട്ടോ. അയാൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ? വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 km/h. കണ്ടാ 5 km/h. അപ്പൊ നമ്മൾ നോക്കിയ മക്കളെ, ടൈം സാർ ഇവിടെ കണ്ടുപിടിക്കാൻ കേട്ടോ. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 5ാം ക്ലാസ്സിലെ ഇക്വേഷൻ ആണ് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ നമുക്ക് ഇവിടെ ടൈം വേണം കേട്ടോ. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ടൈം വേണം. പക്ഷെ ഇവിടെ ടൈം തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ടൈം കണ്ടുപിടിക്കണം. അപ്പോ ആദ്യം നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. യെസ്. അയാൾ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന കേസ് എടുക്കാം. തിരിച്ചു വരുന്ന കേസ് നമുക്ക് പിന്നെ എടുക്കാം. അയാൾ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുമ്പോ എത്ര ദൂരം ഉണ്ടോ മക്കളെ? വീട്ടിൽ നിന്ന് മാർക്കറ്റ് കേട്ടോ. വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്ര ദൂരം ഉണ്ട്? 2.5 കിലോമീറ്റർ ബൈ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോണ സ്പീഡ് എത്രയാ? തന്നിട്ട് 5 അല്ലെ? വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോണ സ്പീഡ് എത്രയാ മക്കളെ? 5. അപ്പൊ സ്പീഡ് 5 ആണ്. ഡിവൈഡ് 2/5. 5ാം ക്ലാസ്സിലെ പിള്ളേര് പറയും ടൈം ഈക്വൽ ടു അരമണിക്കൂർ, ഹാഫ് ആൻ അവർ. മക്കളെ ശ്രദ്ധിക്കട്ടോ, ഹവറാണ് കേട്ടോ, യൂണിറ്റ് ഹവർ ആണ് കേട്ടോ. സെക്കൻഡിലേക്ക് ഒന്നും ആയിട്ടില്ല, ഹാഫ് ആൻ അവർ. അപ്പൊ അയാൾ മാർക്കറ്റിലേക്ക് എത്താനുള്ള സമയത്ത് എടുത്തു മക്കളെ, ഹാഫ് ആൻ അവർ എടുത്തു. ഡൗട്ട് ഉണ്ടോ? നമുക്കിവിടെ ടൈം തന്നിട്ടുണ്ടോ? ശ്രദ്ധിക്കേ, ടൈം നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ടൈം തന്നിട്ടില്ല. അപ്പൊ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് പോകുന്ന കേസ് എടുക്കുക. വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്ര ദൂരം ഉണ്ട്? 2.5. എത്ര സ്പീഡിലാണ് പോയി? 5. 2.5/5 അരമണിക്കൂർ. LKG സ്റ്റുഡൻസിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. ഇനി തിരിച്ചു വരുമ്പോ മകളെ, തിരിച്ചു വരുമ്പോ എത്ര ദൂരം ട്രാവൽ ചെയ്യാണ്ട്? മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ എത്ര ദൂരം തന്നെയാ? മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വരുന്ന കേസ് പറ, എത്ര ദൂരം ഉണ്ട്? അത് 2.5 ആണ്. അപ്പൊ ആ സമയം കണ്ടുപിടിക്കാൻ പോവാ സാറ് കേട്ടാ. സമയം ടൈം ഈക്വൽ ടു തിരിച്ചു വരുന്ന ഡിസ്റ്റൻസ് 2.5 ബൈ തിരിച്ചു വരുമ്പോ അയാൾ സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടുണ്ട് അല്ലെ? എത്ര ആക്കിയിട്ടുണ്ട്? 7.5 ആക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചാ, അയാൾ തിരിച്ചു വരുമ്പോ സ്പീഡ് ഒന്നും എന്താക്കി പറ്റുന്ന 7.5 ആക്കിയിട്ടുണ്ട്. അപ്പൊ സ്പീഡ് 7.5 തരണം.
2.5/7.5 1/3 1/3 മണിക്കൂറാണ് അയാൾ തിരിച്ചു വരുമ്പോഴത്തത്. ശരിയാണോ? അപ്പൊ മാർക്കറ്റിലേക്ക് പോകുമ്പോഴത്തത് 1/2, തിരിച്ചു വരുമ്പോഴത്തത് 1/3. ഡൗട്ട് ഉണ്ടാവും മക്കളെ, ഡൗട്ട് ഉണ്ടാ എന്തൊക്കെ ഡൗട്ട്, ഇതിന് മാത്രം ഡൗട്ട് ഉണ്ടാവുമല്ലോ ഉണ്ടായില്ല ഇല്ല. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ 2.5 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ അവർ സ്പീഡ്, അപ്പൊ 2.5/5. ഇങ്ങോട്ട് വരുമ്പോ 7.5 സ്പീഡാ അവിടെ തന്നിട്ടുണ്ട്, അപ്പൊ 2.5/7.5. അപ്പൊ അങ്ങോട്ട് പോയി എടുക്കുന്ന സമയം 1/2 അവർ, ഇങ്ങോട്ട് പോയി എടുക്കുന്ന സമയം 1/3 അവർ. അപ്പൊ നമ്മൾ പറഞ്ഞേ നമ്മൾ ആവറേജ് സ്പീഡ് ആണ് പിടിക്കുന്നത്. ഇതാ ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 5. അങ്ങോട്ട് പോകുമ്പോൾ 5, ഇങ്ങോട്ട് പോകുമ്പോൾ 5. സോറി, അങ്ങോട്ട് പോകുമ്പോൾ 2.5, ഇങ്ങോട്ട് പോകുമ്പോൾ 2.5, 5. ബൈ ടോട്ടൽ ടൈം എത്രയാ മക്കളെ? അങ്ങോട്ട് പോകാൻ അരമണിക്കൂർ, അങ്ങോട്ട് പോകാൻ അരമണിക്കൂർ, ഇങ്ങോട്ട് വരാൻ എത്ര മണിക്കൂർ? 1/3 മണിക്കൂർ. ശരിയല്ലേ? അങ്ങോട്ട് പോകാൻ അര, ഇങ്ങോട്ട് വരുമ്പോൾ 1/3. ഡൗട്ട് ഉണ്ടാ? അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 5, അങ്ങോട്ട് പോകാൻ അര, ഇങ്ങോട്ട് വരാൻ 1/3. യെസ്. അപ്പോ ആവറേജ് സ്പീഡ് ഈക്വൽ ടു പറ, ആവറേജ് സ്പീഡ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ, മക്കളെ നല്ല കുട്ടികളായിട്ട് അതൊന്ന് എൽസി എടുത്ത് ചെയ്താ. അതിന് നമുക്ക് എൽസി അറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അറിയാത്തൊരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1 3 plus 2 into 1 2, so it is 3 plus 2 by 6. ശരിയല്ലേ? 3 plus 2 by 6. അങ്ങനെ 3 plus 2 5 ആണ്. ഈ 5 വെട്ടിപ്പോയി 6 മുകളിലേക്ക് പോകും. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 6 km/h. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 6 km/h. ഡൗട്ട് ഉണ്ടോ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 6 km/h. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. Yes. എഴുതിക്കോളൂ. A ball is thrown vertically up. A ball is thrown vertically up. A ball is thrown vertically up with a velocity 20 meter per second from the 20 meter per second from the top of a building. മക്കളെ top of a building പഠിപ്പിച്ച നല്ല കേസാട്ടാ. top of a building. The height of the point from where the ball is thrown is 25 meter.
25 meter from the ground. From the ground. Yes. How long will it be before the ball hit the ground? How long will it be before the ball hit the ground? രണ്ടാമത്തെ question, how high the ball will raise? How high the ball will raise? ഇതാണ് രണ്ട് questions. എഴുതിയെടുക്കാം. എഴുതിയെടുത്താൽ പറയാൻ സാറുണ്ട് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ സാറിനോട് പറയാം. കഴിഞ്ഞ യെസ് ഓക്കെ കഴിഞ്ഞു. തുടങ്ങാം. നോക്കട്ടാ. എ ബോൾ, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. ഏട്ടാ മൊത്തം വായിച്ചിട്ട് ചെയ്യണ്ട, നിങ്ങൾ ഓരോരോ ഘട്ടമായിട്ട് വായിക്കുക. A ball is thrown vertically up with a velocity of 20 meter per second from the top of a building. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട് മക്കളെ, സിമ്പിൾ സാധനമാണ്. ഇതാ ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ടോപ്പിൽ നിന്ന് ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നു. അതല്ല പറഞ്ഞ കല്ലല്ല, ബോള്. അത്ര വ്യത്യാസമുണ്ട്. ഒരു ബോള് ത്രോൺ അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second from the top of a building. കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. The height of the point from where the ball is thrown is 25 meter from the ground. കേട്ടോ, ഭയങ്കര വളഞ്ഞ മൂക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവര് വളഞ്ഞ മൂക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. The height of the point where the ball is thrown. ബോൾ എവിടെ നിന്നാണോ അറിയുന്നത് അതിലേക്കുള്ള ഹൈറ്റ് 25 മീറ്റർ ആണ് ഫ്രം ദ ഗ്രൗണ്ട് എന്നാണ്. ബോൾ എവിടെ നിന്നാണോ അറിയുന്നത് അതാണ് ഹൈറ്റ് ഓഫ് ദ പോയിന്റ് where the ball is thrown is 25 meter from the ground. ബോൾ എവിടെ നിന്നാണ് അറിയുന്നത് അത് ഗ്രൗണ്ടിൽ നിന്ന് 25 മീറ്റർ മുകളിലാണ്. ബോൾ എവിടെ നിന്ന് അറിയണടാ? ബോൾ എവിടെ നിന്ന് അറിയണേ? ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് അല്ലേ? ബോൾ എവിടെ നിന്ന് അറിയണേ? ബോൾ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് അറിയണേ. ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്കുള്ള ദൂരം എത്രയാ? 25 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മതി അല്ലെ? 25 മീറ്റർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. 25 മീറ്റർ. പക്ഷെ അവർ പറയില്ല, അവര് നമ്മളെ കൊണ്ട് പരമാവധി ട്വിസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നതിനേക്കാൾ പറയാൻ അവര് മടിച്ചിട്ട് നമ്മളെ പരമാവധി കൂട്ടുകൂട്ടിലെത്തിക്കാൻ ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം വിച്ച് ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. മിസ്ലീഡ് ചെയ്യിക്കാൻ നമുക്ക് പ്രോബ്ലം ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കാൻ അത്രേ ഉള്ളൂ. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 25 ആണ്. How long will it be there before the ball hit the ground? എത്ര സമയം? ഹൗ ലോങ് എന്ന് പറയുമ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ബോൾ ഹിറ്റ് ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ ഈ കേസ് പഠിപ്പിച്ചെന്നുണ്ടോ? ഫ്രീ ഫോളിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കല്ല് മുകളിലേക്ക് ഇടുന്ന കേസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ? ഉണ്ട്. കേസ് നമ്പർ 3 ഓർമ്മയുണ്ട്? കേസ് നമ്പർ 3 ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കല്ല് മുകളിലേക്ക് ഇടുന്നു. യെസ്. എത്ര സമയം എടുക്കുന്ന ഒരു ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടാവണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എത്ര സമയം എടുക്കുന്നു? u plus u square plus 2gh divided by g. എന്റെ ഒരു ഓർമ്മ ശരിയായി ഇക്വേഷൻ വേണമെങ്കിൽ നോക്കിക്കോട്ടെ. ടൈം ഈക്വൽ ടു u plus root of u square plus 2gh divided by g എന്നുള്ള ഇക്വേഷൻ കണ്ട. കേസ് നമ്പർ 3 ഫ്രീ ഫോൾ. കേസ് നമ്പർ 3 ഇക്വേഷൻ കണ്ട. ഇതന്നെയല്ലേ ടൈമിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചതല്ല. അപ്പൊ ടൈം t ഈക്വൽസ് മക്കളെ ടൈം t ഈക്വൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രടാ? ഇനീഷ്യൽ വെലോസിറ്റി 20 അല്ലേ വരണേ? സോ 20 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. 20 പ്ലസ് റൂട്ട് ഓഫ് u സ്ക്വയർ. വാട്ട് ഈസ് u സ്ക്വയർ? u 20 ആണ്. 20 ന്റെ സ്ക്വയർ 400 പ്ലസ് 2 ഇൻറ്റു g 10 എടുത്തോ. ഹൈറ്റ് 25 ഡിവൈഡഡ് ബൈ വീണ്ടും 10. So time equal to 20 plus root of മക്കളെ 2 into 10 20 into
25 20 × 25 500 അല്ലേ? 500 + 400 900 റൂട്ട് 900 ഡിവൈഡഡ് ബൈ 10. വാട്ട് ഈസ് റൂട്ട് 900? 30 അല്ലേ? അപ്പൊ 20 + 30/10 20 + 30/10 5 സെക്കൻഡ് സമയം. എന്തൊരു എളുപ്പമാണെന്ന് നോക്കണം. 5 സെക്കൻഡ് സമയം കിട്ടിയ 5 സെക്കൻഡ് സമയം. യെസ്, അതാണ് മര്യാദയ്ക്ക് പഠിച്ചവർക്ക് അതൊക്കെയാണ് കേട്ടോ. 5 സെക്കൻഡ് സമയം. യെസ്, അത് പോട്ടെ. അപ്പോ എത്ര സമയം എടുക്കുന്നു? 5 സെക്കൻഡ്. യെസ്, പഠിപ്പിച്ചത് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ എളുപ്പമാവും. യെസ്, 5 സെക്കൻഡ് സമയം എടുത്തു. ഇനി അടുത്ത എന്താ? ഹൗ ഹൈ ദ ബോൾ വിൽ റൈസ്. എത്ര ഹൈറ്റ് മുകളിലേക്ക് പോകും എന്നാണ് ചോദ്യം. എത്ര ഹൈറ്റ് മുകളിലേക്ക് പോകും? യെസ് മക്കളെ നോക്കടാ, ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നവർ എന്ത് സംഭവിക്കണം? ഓർമ്മയുണ്ട? ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നവർ സ്പീഡ് കുറഞ്ഞു വരും. ഓർമ്മയുണ്ട നമ്മൾ പഠിപ്പിച്ചത്? എത്ര ഹൈറ്റ് മുകളിലേക്ക് പോകുന്ന ചോദിക്കണം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നവർ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. മാക്സിമം ഹൈറ്റിൽ എത്രയായിരിക്കും സ്പീഡ്? ആലോചിച്ച് പറ. മാക്സിമം ഹൈറ്റിൽ എത്രയായിരിക്കും സ്പീഡ്? ഓർമ്മയുണ്ട? 0. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേസ് നമ്പർ 4 പഠിപ്പിച്ച ഓർമ്മയുണ്ട? മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രീ ഫോൾ കേസ് നമ്പർ 4 കഴിഞ്ഞ ക്ലാസ്സുകൾ മിസ്സാക്കരുതെന്ന് മാത്രമല്ല ക്ലാസ്സുകൾ പഠിച്ചിട്ട് വരും വേണം. കേസ് നമ്പർ 4 മാക്സിമം ഹൈറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ u² / 2g. ദ ഇക്വേഷൻ ഈസ് u² / 2g. ശരിയാണ്? അതെ. അപ്പോ എത്ര ഹൈറ്റ് വരെ പൊന്തിപ്പോവും? മാക്സിമം ഹൈറ്റ് എത്ര വരെ പൊന്തിപ്പോവും? u² / 2g is equation. സോ പറഞ്ഞ നല്ല കുട്ടികളായിട്ട് പറഞ്ഞ u എത്രടാ? 20. 20ന്റെ സ്ക്വയർ 400. 20ന്റെ സ്ക്വയർ എത്രയാ? 20ന്റെ സ്ക്വയർ 400. സോ u² / 2g, that is 400/2g. 2 × g 20 നിർത്തോട്ടാ, 2g 10 നിർത്തോട്ടാ, അപ്പൊ 20. മക്കളെ എന്ത് വരൂടാ മക്കളെ? അത് 20 എന്ന് വരും. ശരിയല്ലേ? 40/2 20 മീറ്റർ കേട്ടാ. 20 മീറ്റർ. എവിടുന്നാ 20 മീറ്റർ? എറിയുന്ന സ്ഥലത്തു നിന്നാണ് 20 മീറ്റർ കേട്ടാ. എറിയുന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ. ശ്രദ്ധിക്കട്ടാ, എറിയുന്ന സ്ഥലത്തു നിന്നാണ് എത്ര ഹൈറ്റിലേക്ക് പോണേ? 20 മീറ്റർ. ഓക്കെ, യെസ്. അപ്പൊ എറിയുന്ന സ്ഥലത്ത് 20 മീറ്റർ പൊന്തി. ഓൾറെഡി 25 മീറ്റർ ഗ്രൗണ്ടിൽ നിന്ന് പൊന്തി നിൽക്കുകയാണ്. ശരിയല്ലേ? ഓൾറെഡി ഈ എറിയുന്ന സ്ഥലം ഓൾറെഡി 25 മീറ്റർ പൊന്തി നിൽക്കാം. സോ ഗ്രൗണ്ടിൽ നിന്നുള്ള മാക്സിമം ഹൈറ്റിലേക്കുള്ള ദൂരം എത്രയാ? ഫ്രം ദ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൂരമാണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ എത്ര മീറ്റർ മക്കളെ? 25ഉം 20ഉം എത്ര മീറ്ററാ? 45 മീറ്റർ. ശുഭം, പരിപാടി കഴിഞ്ഞു. 45 മീറ്റർ. ക്ലിയർ ആയ? ഓക്കെ. യെസ്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ പ്രോബ്ലം സൈഡ് ചെയ്യുമ്പോ? പ്രോബ്ലം സൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അത് മതി. ഇല്ലാണ്ടിരുന്നാ മതി. അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. റൈറ്റ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. Yes. A body covers a body covers a body covers a body covers distance of 4 meter. A body covers distance of 4 meter.
in third second. Distance of 4 meter in third second. And 12 meter in fifth second. And 12 meter in fifth second. Okay. How much shall question ഒന്ന് മാറിപ്പോണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോണ്ട് ശ്രദ്ധിക്കണോ എ ബോഡി കവേഴ്സ് 20 മീറ്റർ ആണ് മക്കളെ ശ്രദ്ധിക്കുക യെസ് ക്വസ്റ്റ്യൻ മാറിപ്പോയി അടുത്ത ക്വസ്റ്റ്യൻ ആയി പോയി 20 meter in a body covers 20 meter in 7th second. A body covers in 20 meter in 7th second. And 24 meter in അടുത്ത ക്വസ്റ്റ്യന്റെ ഡാറ്റാസ് ആണ് സാർ എഴുതിയത് and 24 meter in 9th second. 24 meter in 9th second. How much shall it covers in 15th second? എത്ര ദൂരം അവർ 15th സെക്കൻഡിൽ കവർ ചെയ്യും? എത്ര ദൂരം അവർ 15th സെക്കൻഡിൽ കവർ ചെയ്യും? ഇതാണ് ചോദ്യം. എഴുതിക്കോ, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, എന്റെ സഹായം വേണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. എ ബോഡി കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 20 meter in 7th second. മക്കളെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ? 7th ഇട്ടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? 7th അങ്ങനത്തെ തേകളൊക്കെ വരുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഇക്വേഷൻ സാർ പഠിപ്പിച്ചു u plus a by 2 into 2n minus 1. u plus a by 2 into 2n minus 1. ഓർമ്മയുണ്ടാ? ഓർമ്മയില്ല? u plus a by 2 into 2n minus 1. ഓർമ്മയുണ്ടല്ലോ? യെസ്, അതുണ്ടായാൽ മതി. അപ്പോ ഏഴാമത്തെ സെക്കൻഡിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു? 20 മീറ്റർ. തുടങ്ങിക്കോട്ടാ. ഏഴാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ. അപ്പൊ നോക്കിയ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 7th സെക്കൻഡ് പറഞ്ഞ നല്ല കുട്ടികളായിട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 7th സെക്കൻഡ് മക്കളെ പറ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 7th സെക്കൻഡ് എന്ന് പറയുമ്പോ u plus a by 2 into എന്നിന് എന്ത് കൊടുക്കണം മക്കളെ? എന്നിന് എത്ര കൊടുക്കുക? പറ. എന്നിന് എത്ര കൊടുക്കണ്ടേ? 7th സെക്കൻഡ് എന്ന് പറയുമ്പോ എന്നിന് 7 കൊടുക്കണം. 2 into 7 14 minus 1 13. അതാണ് എത്ര തന്നാണ്? 20 മീറ്റർ അല്ലെ? അപ്പൊ u plus a by 2 into 13 equal to 20 മീറ്റർ. അടുത്തതാണ് 9th സെക്കൻഡിൽ എത്ര മീറ്റർ? 24 മീറ്റർ. 24 മീറ്റർ ഇൻ 9th സെക്കൻഡ് എന്നാണ് അല്ലെ? 24 മീറ്റർ ഇൻ 9th സെക്കൻഡ് പറഞ്ഞ നാല് കുട്ടികളായിട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 9th സെക്കൻഡ് പറ. u plus a by 2 into മക്കളെ എന്നിന് എത്ര കൊടുക്കണടാ? പറടാ. എന്നിന് എത്ര കൊടുക്കണടാ? 9 കൊടുക്കണം. 9 അപ്പൊ 2 into 9 18 minus 1 അതായത് 17 equal to 24 മീറ്റർ. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് അത്. മക്കളെ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. തന്നിട്ടുള്ള ഡാറ്റാസ് വെച്ച് ഈ ഇക്വേഷൻ രണ്ടായി എഴുതാൻ പറ്റും. എന്നിട്ട് രണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 minus 1 implies മക്കളെ രണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. രണ്ടിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന സമയത്ത് മക്കളെ u minus u പോയില്ലടാ. യുകൾ രണ്ട് സൈഡിൽ u ഉണ്ട്. u minus u പോയില്ലേ? അപ്പൊ u പോയി. ബാക്കി a by 2 into 17 minus a by 2 into 13. ഇതേ മൈനസ് ഇത് മക്കളെ. ഇതേ മൈനസ് എന്ന് പറയുമ്പോൾ a by 2 ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ a by 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 17 minus 13 എത്രയാടാ? 17 minus 13 4. ശരിയാടാ? ഈക്വൽ ടു 24 minus 20 എത്രയാ? 24 minus 20 എത്രയാ? അതും 4. ശരിയല്ലേ മക്കളെ? ഇതും വെട്ടിപ്പോയി. 2a അല്ലെ? 2a ഇവിടെ രണ്ടായി വരും. 2a equal to 4, a equal to 2 കേട്ടോ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ എത്ര കിട്ടി മക്കളെ? 2 കിട്ടി. കണ്ടാ? ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്ന സിമ്പിൾ സാധനങ്ങളാണ്. അപ്പൊ ആക്സിലറേഷൻ എത്ര കിട്ടി? 2 കിട്ടി. ഡൗട്ട് ഉണ്ടോ? ആക്സിലറേഷൻ 2 കിട്ടി. ആ ആക്സിലറേഷന്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാധനം എന്ത് കിട്ടും? u പ്ലസ് കേട്ടോ നോക്കട്ടാ. ഫസ്റ്റ് ഇക്വേഷൻ സാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u പ്ലസ് ആക്സിലറേഷൻ എത്ര കിട്ടി മക്കളെ? ആക്സിലറേഷൻ നമുക്ക് 2 കിട്ടി. അപ്പൊ 2/2 എത്രയാ? 1. 2/2 അല്ലേ? 2/2 1 into 13. അപ്പൊ u plus 13 equal to 20 എന്ന് കിട്ടി. സോ u equal to 20 minus 13 equal to എന്ത് കിട്ടും മക്കളെ? 7 കിട്ടി. അപ്പൊ u 7 കിട്ടി, ആക്സിലറേഷൻ 2 കിട്ടി. കിട്ടിയാ? u 7 കിട്ടി, ആക്സിലറേഷൻ എത്ര കിട്ടി? 2 കിട്ടി. കിട്ടിയാ? കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ?
15ാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 15. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 15 സെക്കൻഡ് എന്താ ചെയ്യണ്ടേ? u പ്ലസ് a/2 ഇൻറ്റു മക്കളെ 2 ഇൻറ്റു എന്നിന് പകരം 15 അല്ലേ? 15ാമത്തെ സെക്കൻഡ് എന്നിന് പകരം 15, 2 ഇൻറ്റു 15 30 മൈനസ് 1 29. ഡൗട്ട് ഉണ്ടാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? യെസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 15 സെക്കൻഡ് കണ്ടുപിടിക്കണം. 15ാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു u നമുക്ക് കിട്ടി 7 അല്ലേ? ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. യെസ്, u 7 കിട്ടി. 7 പ്ലസ് a നമുക്ക് ഓൾറെഡി എത്ര കിട്ടി? 2 കിട്ടി. 2/2 1 2 കിട്ടി. 2/2 1 1 × 29 സോ 29 പ്ലസ് 7 36 മീറ്റർ 15ാമത്തെ സെക്കൻഡിലാണ്. 36 മീറ്റർ 15ാമത്തെ സെക്കൻഡിലാണ്. കിട്ടിയാ? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? റിച്ചേ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് എന്ത് ബുദ്ധിമുട്ട് സാർ അല്ലേ? യെസ്. അപ്പൊ സാറ് മായ്ക്കട്ടെ. കിട്ടിയില്ലേ? അപ്പൊ അത് മായ്ക്കാണ്. യെസ്. ഇന്ന് സാറ് ഗ്രൂപ്പിൽ 2-3 ക്വസ്റ്റ്യൻസ് ഇടും കേട്ടോ. ഇന്ന് സാറ് ഗ്രൂപ്പിൽ 2-3 ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോ അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചെയ്യാൻ ശ്രമിക്കുക എന്നാ പറഞ്ഞോളൂ. കിട്ടിയില്ലെങ്കിൽ ചാവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ ചാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ. പതുക്കെ തന്നെ കിട്ടുള്ളൂ. പെട്ടെന്ന് വന്നിട്ട് എനിക്ക് ഇതൊക്കെ കിട്ടുന്നതൊന്നും നടക്കില്ല. അപ്പൊ വളരെ എളുപ്പമുള്ള 2-3 ക്വസ്റ്റ്യൻസ് സാറ് ഗ്രൂപ്പിലിടാം. ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ലെവല് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് അത്ര ആവശ്യമുള്ളൂ. നിങ്ങളുടെ ലെവല് നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനാണ് അതിന്റെ ആവശ്യം. യെസ്. സാർ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ പോവാം. യെസ്. ഓക്കെ. അടുത്തത് A burglar's car had a start with an acceleration of 2 meter per second square. A police vigilant party came after 5 seconds. ശ്രദ്ധിക്കുന്ന ആലോചന. Came after 5 seconds and continued to chase the burglar's car with a uniform velocity of 20 meter per second. Find the time in which the police van overtake the burglar's car. Yes, burglar's car. ഇതാണ് അടുത്ത ചോദ്യം. Okay. A burglar's car had a start with an acceleration of 2 meter per second. ബർഗ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കൊള്ളസംഗീതക്കാരായിക്കോട്ടെ, കള്ളനൊക്കെ ആയിക്കോട്ടെ. അയാളുടെ കാർ, ബർഗ്ലേഴ്സ് കാർ ഹാഡ് എൻ സ്റ്റാർട്ട് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 2 meter per second. ബർഗ്ലറിന്റെ കാറിന്, അതായത് തീഫിന്റെ കള്ളന്റെ കാർ എന്ന് വിചാരിച്ചോ. അപ്പൊ കള്ളന്റെ കാറിന് ആക്സിലറേഷൻ ഉണ്ട് എത്രയാ? 2 meter per second സ്ക്വയർ. എ പോലീസ് വിജിലന്റ് പാർട്ടി കെയിം ആഫ്റ്റർ 5 seconds. അതങ്ങനെയാണല്ലോ, പോലീസുകാർ നേരെ വൈകിട്ട് വരാം. അപ്പോ
5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പോലീസ് അവിടെ സ്ഥലത്തെത്തിയത് കേട്ടാ, പോലീസ് വന്നത്. അപ്പൊ ബർഗ്ലറിന്റെ ആ കള്ളന്റെ കാറ് പുറപ്പെട്ട് 5 സെക്കൻഡ് ശേഷമാണ് പോലീസ് അവിടെ എത്തിയത്. അതാലാണ് പോലീസ് വിജിലൻസ് പാർട്ടി കെയിം ആഫ്റ്റർ 5 സെക്കൻഡ്. ശരിയാണോ മക്കളെ? അർത്ഥം മനസ്സിലായില്ലേ? 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വന്നത്. ആൻഡ് കണ്ടിന്യൂ ടു ചേസ് ദ ബർഗ്ലേഴ്സ് കാർ. ബർഗ്ലറിന്റെ കാറിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടിന്യൂ ചേസ് ചെയ്യാൻ തുടങ്ങി വിത്ത് യൂണിഫോം വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. പോലീസുകാർക്ക് യൂണിഫോം വെലോസിറ്റി ആട്ടാ. പോലീസുകാർക്ക് ആക്സിലറേഷൻ ഉണ്ടാവും മക്കളെ. ഈ ചോദ്യം വായിച്ചത് നമുക്ക് വല്ല തോന്നിയാ? പോലീസുകാർക്ക് ആക്സിലറേഷൻ ഉണ്ടാവും. ബർഗ്ലേഴ്സ് കാർ വിത്ത് യൂണിഫോം വെലോസിറ്റി എന്നാ പറഞ്ഞത്. പോലീസുകാർക്ക് യൂണിഫോം വെലോസിറ്റിയാ, ആക്സിലറേഷൻ ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. ആക്സിലറേഷൻ ഉണ്ടാവും ഇല്ല, യൂണിഫോം വെലോസിറ്റി. അപ്പൊ പോലീസുകാരുടെ വെലോസിറ്റി യൂണിഫോം 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ദ പോലീസ് വാൻ ഓവർടേക്ക് ദ ബർഗ്ലേഴ്സ് കാർ. എത്ര സമയത്തിന് ശേഷമാണ് ഇവര് പിടിക്കുക? ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നർത്ഥം കേട്ടോ, ഈ കള്ളനെ പിടിക്കുക എന്നാണ് അർത്ഥം. യെസ് മക്കളെ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി സാർ അതിന്റെ ഡയമെൻഷൻസ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതായത് ഇത്രയേ ഉള്ളൂ. കള്ളന്റെ വണ്ടിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് അല്ലേ? 2. കള്ളന്റെ വണ്ടിക്ക് ആക്സിലറേഷൻ ഉണ്ട് 2. കാണുന്നുണ്ടല്ലോ, ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കള്ളന്റെ വണ്ടിയാണ് ആദ്യം പുറപ്പെടുന്നതും. ഓക്കെ, കള്ളന്റെ വണ്ടി ആദ്യം പുറപ്പെടുന്നു. കള്ളന്റെ വണ്ടി പുറപ്പെട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് പോലീസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ? കള്ളന്റെ വണ്ടി പുറപ്പെട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് പോലീസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്? 5 സെക്കൻഡ് തന്നിട്ടുണ്ട്. പോലീസുകാരന്റെ വണ്ടി എപ്പോഴും കോൺസ്റ്റന്റ് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. യെസ്. എന്നിട്ട് എത്ര സമയത്തിനുള്ളിൽ പോലീസ് ആ വണ്ടിയെ പിടിക്കും? അതാണ് ചോദ്യം. പോലീസ് ആ വണ്ടിയെ എത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? പിടിക്കും. മക്കളെ പിടിക്കണമെങ്കിൽ, പോലീസിനെ ആ കള്ളനെ പിടിക്കണമെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കണേ. പോലീസ് കള്ളനെ പിടിക്കുക എന്ന് പറയുമ്പോൾ കള്ളൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും പോലീസ് വണ്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും തുല്യമാവണ്ടേ? അല്ലെ? ആ കള്ളനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കള്ളന്റെ അടുത്തെത്തി എന്നർത്ഥം. അപ്പൊ കള്ളനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ സഞ്ചരിച്ച ദൂരവും പോലീസ് സഞ്ചരിച്ച ദൂരവും തുല്യമാണെന്ന് അർത്ഥം. അല്ലാണ്ട് എപ്പോഴെങ്കിലും പോലീസ് സഞ്ചരിച്ച ദൂരം കുറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ അവിടെ കള്ളന്റെ അടുത്തേക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂടാ? അയ്യേ, 5ാം ക്ലാസ് ലെവലത്. അപ്പൊ കള്ളനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ട്രാവൽ ചെയ്ത ദൂരവും കള്ളന്റെ ട്രാവൽ ചെയ്ത ദൂരവും എന്താണ് മക്കളെ? സെയിം ആണ്. സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ. സെയിം ആണ് അല്ലെ? സെയിം ആണെങ്കിൽ അവിടെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പോലീസ് കുറച്ച് ദൂരാണ്, കുറച്ച് കുറവ് ദൂരം ട്രാവൽ ചെയ്തെങ്കിൽ പിടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, പുറകിലല്ല നിൽക്കുക അല്ലേ? അപ്പോ പോലീസുകാർ ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഈ പ്രോബ്ലത്തിലെ അതിഭീകരമായിട്ടുള്ള സെന്റൻസ് എഴുതാൻ പോണേ. ശ്രദ്ധിച്ചോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബർഗ്ലേഴ്സ് കാർ ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ പോലീസ് അല്ലെ? പോലീസ് ശരിയാണോ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബർഗ്ലേഴ്സ് കാർ ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ പോലീസ്. ഇത് മനസ്സിലാവാത്തവരുണ്ടാവും, ചോദിച്ചോ. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോ. ഈ 2 ഡിസ്റ്റൻസുകളും തുല്യമായാലല്ലേ അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. പിടിക്കണമെങ്കിൽ ആ 2 ഡിസ്റ്റൻസുകൾ എന്താവണം മക്കളെ? തുല്യമാണ്. ഓക്കെ, T സമയത്തിന് ശേഷം പിടിച്ചു വരിക കേട്ടോ. പോലീസ് കോട്ട് ബർഗ്ലേഴ്സ് കാർ ആഫ്റ്റർ T ടൈം, അതായത് T സമയത്തിന് ശേഷമാണ് പിടിച്ചത്. ബർഗ്ലറിന്റെ കാർ പുറപ്പെട്ട് T സമയത്തിന് ശേഷമാണ് പിടിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, ബർഗ്ലറിന്റെ ആഫ്റ്റർ T ടൈം, ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ബർഗ്ലേഴ്സ് കാർ. കേട്ടോ, ശ്രദ്ധിക്കട്ടോ. ബർഗ്ലറിന്റെ കാർ പുറപ്പെട്ട് T സമയത്തിന് ശേഷം പിടിച്ചു എന്ന് വിചാരിക്കാം അല്ലെ? അവര് പിടിക്കുന്നുണ്ട്. ആ പിടിക്കാനുള്ള സമയം എത്രയാ? T സമയമാണ്. ആര് കഴിഞ്ഞിട്ട്? ബർഗ്ലറിന്റെ കാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം T സമയം കഴിഞ്ഞിട്ട് പിടിച്ചു. ക്ലിയർ? അപ്പോ സാറ് അവിടെ അസ്യൂം ചെയ്യണം. അത് സാറിന്റെ ഭാഗ കേട്ടോ. നമുക്കൊരു സമയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചെങ്കിൽ നമുക്കൊരു സമയം അസ്യൂം ചെയ്യണമല്ലോ. അപ്പൊ സാറ് പറയാണ് T സമയത്തിന് ശേഷമാണ് അവിടെ എന്ത് ചെയ്തത്? പോലീസുകാർ അത് പോയി പിടിക്കുന്നത്. ഇപ്പൊ ബർഗ്ലറിന്റെ കാറ് പോലീസുകാർ പിടിക്കുന്നത് എത്ര സമയത്തിന് ശേഷമാണ് മക്കളെ? T സമയത്തിന് ശേഷമാണെന്നാണ് പറയുന്നത്. എവിടുന്ന് T? ബർഗ്ലറിന്റെ കാറ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള T സമയം. മക്കളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോലീസുകാരൻ 5 സെക്കൻഡ് എന്താന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? പോലീസുകാരൻ 5 സെക്കൻഡ് ലേറ്റാ. അതെ, ലേറ്റാ. ഓക്കെ, അത് മനസ്സിൽ വെച്ചോട്ടാ. അപ്പൊ ബർഗ്ലർ പുറപ്പെട്ടതിന് ശേഷം T സമയം കൊണ്ട് പോലീസുകാരൻ പിടിച്ചു എന്ന് പറഞ്ഞു. ക്ലിയർ? യെസ്. അപ്പോൾ സാറ് പറയാൻ പോണം
ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബർഗ്ലേഴ്സ് കാർ. സാർ എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടാ, ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബർഗ്ലേഴ്സ് കാർ. മക്കളെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ut plus half at square. ut plus half at square ശരിയല്ലേ? ശരിയല്ലേ? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ബർഗ്ലേഴ്സ് കാർ ut plus half at square. ഈ ഇക്വേഷൻ ആണ് സാർ യൂസ് ചെയ്യണേ. s equal to ut plus half at square. u ഉണ്ടാ മക്കളെ, നോക്ക്. എ ബർഗ്ലേഴ്സ് കാർ ഹാഡ് എ സ്റ്റാർട്ട്. കേട്ടോ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? 0 എന്നാണ്. 0 എന്ന് ആരംഭിക്കുക ചെയ്യണേ അല്ലെ? അപ്പോ എ ബർഗ്ലേഴ്സ് കാർ ഹാഡ് എ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ തുടങ്ങുകയാണ് ചെയ്യണേ. അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ആലോചിച്ച് പറ. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഉണ്ടാ? ആലോചിക്കടേ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് മൊഴിയടേ. ഇല്ല, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. അപ്പൊ ഈ ടേം പോയി. അപ്പൊ ബർഗ്ലേഴ്സ് കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്രയാ മക്കളെ? ആക്സിലറേഷൻ 2 ആണ്. സോ ആക്സിലറേഷൻ 2 ഇൻറ്റു ടി സ്ക്വയർ. ടി സമയം, യെസ്, ടി സ്ക്വയർ. ഇതാണ് ബർഗ്ലറിന്റെ കാർ ട്രാവൽ ചെയ്ത സമയം. ഐ മീൻ ഡിസ്റ്റൻസ്. എത്ര സമയം കൊണ്ട്? ടി സമയം കൊണ്ട്. കാരണം ടി സമയം കിട്ടണമല്ലോ. ടി സമയം കൊണ്ട് പോലീസുകാർ അവരെ പിടിക്കുന്നുണ്ട്. അപ്പൊ ടി സമയമാണ് അവർക്ക് കിട്ടണമല്ലോ. ആ സമയം കൊണ്ട് അവരെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ടി സമയം കൊണ്ട് ബർഗ്ലറിന്റെ കാർ സഞ്ചരിച്ച ദൂരം ഹാഫ് ഇൻറ്റു 2 ടി സ്ക്വയർ. യു ടി എന്ന് പറഞ്ഞ ടേം ഇല്ല, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇനി പോലീസുകാരൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എസ് ഈക്വൽ ടു, പോലീസുകാരൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എസ് ഈക്വൽ ടു, ഇതേ ഇക്വേഷൻ തന്നെ സാർ യൂസ് ചെയ്യുന്നു. ut plus half at square. പോലീസുകാരൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് സാർ ഇതേ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. ut plus half at square. അവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ. എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നമുണ്ട് വർമ്മ സാർ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ആക്സിലറേഷൻ ഉണ്ടോ പോലീസുകാരന്? ആലോചിച്ച് പറ. ആക്സിലറേഷൻ ഉണ്ടോ പോലീസുകാരന്? ഉണ്ടോ മക്കളെ? ഇല്ല. നമ്മൾ പറഞ്ഞല്ലോ യൂണിഫോം വെലോസിറ്റിയിലാണ് പോലീസുകാരൻ. പോലീസുകാർ യൂണിഫോം വെലോസിറ്റിയിലാണ്. അപ്പൊ ആക്സിലറേഷൻ ഇല്ല. അപ്പൊ ഈ ടേം ഇല്ല പോലീസുകാരൻ. പോട്ടെ. So distance covered by police van is equal to initial velocity എത്ര മക്കളെ? initial velocity, I mean പോലീസുകാരുടെ വെലോസിറ്റി എത്രയാണെന്നാണ്? 20 എന്നാണ്. കണ്ടാ, വെലോസിറ്റി തന്നെ 20 ആണ്. സോ 20 into ടൈം സാർ എത്ര എഴുതണ്ടേ? ആലോചിച്ച് പറ. ടൈം സാർ എത്ര എഴുതണ്ടേ മക്കളെ? ഇതേ ടി സമയം ബർഗ്ലറിന് കിട്ടിയ ടി സമയം പോലീസുകാരന് കിട്ടുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ബർഗ്ലറിന് കിട്ടിയ ടി സമയം പോലീസുകാർക്ക് കിട്ടുന്നുണ്ടോ? ആ പോലീസുകാർ 5 സെക്കൻഡ് ലേറ്റ് ആടാ. ആണോ? ശരി പൊന്നെ. പോലീസുകാർ 5 സെക്കൻഡ് ലേറ്റ് ആണോ? ആണ്. 5 സെക്കൻഡ് ലേറ്റ് ആണ്. അപ്പൊ 5 സെക്കൻഡ് ലേറ്റ് ആവുമ്പോ എന്താ സംഭവിക്കുക? ടി സമയം തന്നെ കിട്ടുമോ? ടി സമയം തന്നെ കിട്ടുമോ? അപ്പോ പറഞ്ഞത് എന്താ? പോലീസ് വണ്ടിക്ക് ടി സമയം കിട്ടുമോ? അതാണ് സാറ് ചോദിച്ചത്. പോലീസ് വണ്ടിക്ക്, പോലീസ് വാനിന് ടി സമയം കിട്ടും. ബർഗ്ലറിന്റെ വണ്ടിക്ക് ടി സമയം കിട്ടിയ പോലെ പോലീസ് വണ്ടിക്ക് ടി സമയം കിട്ടും? ഇല്ല. എന്തുകൊണ്ടാണ് കിട്ടാത്ത? അവർ ഓൾറെഡി 5 സെക്കൻഡ് എന്താണ്? അവർ ഓൾറെഡി 5 സെക്കൻഡ് ലേറ്റാ. ഞാൻ പറഞ്ഞു നോക്കിയേ, നമ്മൾ നോക്കേ, പോലീസ് കോട്ട് ദ ബർഗ്ലേഴ്സ് കാർ ആഫ്റ്റർ ടി ടൈം ദ സ്റ്റാർട്ട് ഓഫ് ബർഗ്ലർ കാർ. ബർഗ്ലറിന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് ടി സമയത്തിന് ശേഷമാണ് പോലീസ് പിടിക്കുന്നത് പറഞ്ഞത്. ബർഗ്ലറിന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് ടി സമയത്തിന് ശേഷം പോലീസ് പിടിക്കുന്നു. അപ്പൊ ബർഗ്ലറിന്റെ കാർ സ്റ്റാർട്ട് ചെയ്ത് ടി സമയം കൊണ്ടാണ് ഈ സാധനം നടക്കുന്നത്. അപ്പൊ ബർഗ്ലറിന്റെ കാറിന് ടി സമയം കിട്ടും. പക്ഷെ പോലീസുകാരുടെ കാറിന് ടി സമയം കിട്ടുമോ? പോലീസുകാരന്റെ കാറിന് ടി സമയം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? പോലീസുകാരന് 5 സെക്കൻഡ് ലേറ്റാ. അപ്പൊ എത്ര സമയ പോലീസുകാർക്ക് കിട്ടുക എന്ന് പറ? 5 സെക്കൻഡ് ലേറ്റാ പോലീസുകാർ. എത്ര സമയ പോലീസുകാർക്ക് കിട്ടുക? യെസ്, t-5 ആണ് കിട്ടുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ പോലീസുകാർക്ക് കിട്ടുന്ന സമയം സാറ് t-5 എന്ന് എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? പോലീസുകാർ കിട്ടുന്ന സമയം സാറ് t-5 എന്ന് എഴുതി. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് t-5 എന്ന് എഴുതിയ? പോലീസുകാർ 5 സെക്കൻഡ് കഴിഞ്ഞിട്ടാ വന്നേ. യെസ്. അപ്പോ മക്കളെ ഈ ദൂരം എന്താണെന്ന് പറഞ്ഞേ? ഈ ദൂരം എന്താണെന്ന് പറഞ്ഞേ? നോക്ക, ഇത് ബർഗ്ലർ ട്രാവൽ ചെയ്ത ദൂരം, ഇത് പോലീസുകാർ ട്രാവൽ ചെയ്ത ദൂരം. രണ്ടുപേരും ഈക്വൽ ആണെങ്കിലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് അടുത്ത സ്റ്റേജില്. അപ്പൊ സാർ ഇത് മാറ്റ്, സാർ മുകളിൽ മാറ്റുന്നുണ്ട് കേട്ടോ. മുകളിൽ മാറ്റിട്ട് എഴുതാം. ഇനിയിപ്പോ എന്തായാലും ക്വസ്റ്റ്യൻ ആവശ്യമില്ലല്ലോ. യെസ്. ഇപ്പൊ മുകളിൽ സാർ മാച്ചു. എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ബർഗ്ലർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മക്കളെ 2 വെട്ടിപ്പോയി t² വരും അല്ലെ? 2 വെട്ടിപ്പോയി t² വരും. ബർഗ്ലറിന്റെ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് t² കൊണ്ട് പോലീസുകാർ ട്രാവൽ ചെയ്ത മക്കളെ 20t - 100. ശരിയാണോ? 20t - 100. സാർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാ? 20t - 100. സോ ഇറ്റ് ഈസ് t² - 20t + 100 is equal to 0.
നമ്മൾ ഈ 20t എടുക്കുക 100 എടുക്കുക. അപ്പൊ നമുക്കൊരു t² - 20t + 100 = 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. കണ്ട, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? -b + or - √b² - 4ac / 2a എന്നുള്ള ഇക്വേഷൻ വെച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ. യെസ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് സോൾവ് ചെയ്താൽ നമുക്ക് ഈ സൊല്യൂഷൻ ടൈമിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അത് സാറ് പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 10ാം ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ, പ്രത്യേകിച്ച് മാത്സ്, അതൊന്നും നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. ഇപ്പൊ 2-3 കാര്യങ്ങൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് പോലീസ് വാനും കള്ളന്റെ കാറും പിടിക്കണമെങ്കിൽ ഇവർ തമ്മിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണോ? അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? പോലീസുകാരന് കിട്ടുന്ന സമയം കള്ളന്റെ കാറിന് കിട്ടുന്ന സമയം സെയിം ആണോ? പോലീസുകാരന് കിട്ടുന്ന സമയം കള്ളന്റെ കാറിന് കിട്ടുന്ന സമയം സെയിം ആണോ? അല്ല. കാരണം പോലീസുകാരൻ ഒരു 5 സെക്കൻഡ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പോലീസുകാരന് കള്ളന്റെ കാറിന് ടി സമയം കിട്ടുകയാണെങ്കിൽ പോലീസുകാരന് എത്ര കിട്ടുക? t-5 ആണ് കിട്ടുക. കേട്ടോ, അതാണ്, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പോലീസുകാരന് ആക്സലേഷൻ ഉണ്ടോ ഇവിടെ? മക്കളെ? ഇവിടെ ഇല്ല. പോലീസുകാരന് ആക്സലേഷൻ ഇല്ല. അത് കാരണം ഉണ്ട് അവിടെ എഴുതണ്ട. മറ്റവന് ആക്സലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ചോദ്യം ചെയ്യാം. ഓക്കെ, റൈറ്റ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോ ബാക്കി 2-3 ക്വസ്റ്റ്യൻസ് സാറ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് സാറ് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിടാം. അതൊന്നും ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്, അപ്പോൾ ഇനി നമുക്ക് ഗ്രൂപ്പിലൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഞാനൊരു 10 ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലൂടെ ചെയ്യിക്കാം. അതിനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. 10 ക്വസ്റ്റ്യൻ കൂടി സാറ് ഗ്രൂപ്പിലൂടെ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് ഫിസിക്സ് ക്ലാസ് എന്നാണോ അന്ന് വെക്ടറാണ് സ്റ്റാർട്ട് ചെയ്യുക. വെക്ടർ കേട്ടോ. വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോയി കഴിഞ്ഞാൽ, അതായത് നെറ്റിന്റെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വെക്ടറാണ് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ വെക്ടർ. അപ്പോൾ അതറിയാം, അത് വെക്ടറിന്റെ എന്താ പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് എന്നൊന്നും പറയില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്, പുതിയൊരു സാധനമാണ്. അപ്പോൾ വെക്ടർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വളരെ അധികം നെറ്റ് കറക്റ്റായിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വന്നിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 പ്രോബ്ലം ഇന്ന് ഹോംവർക്ക് തരാം. ബാക്കി പ്രോബ്ലംസ് ഞാൻ ഗ്രൂപ്പിലൂടെ ചെയ്യിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റൈറ്റ്.